കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്ന കാര്യം, നമ്മൾ ഉടമ്പടി ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യേണ്ടത്? കർത്താവുമായിട്ടാണ് ഉടമ്പടി എന്നാൽ എന്താണ്? ഈ ഉടമ്പടിയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ നടത്തുന്ന ഉടമ്പടി ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവന്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനും ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഈ ഉടമ്പടി എന്താണ്? നമ്മൾ ആ ഉടമ്പടിയെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ കരുണ കാണിക്കുന്ന ഉടമ്പടി, അതായത് ഉടമ്പടി പാലിക്കും, കരുണ കാണിക്കുന്ന ദൈവം, വിശ്വസ്തനായ ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം നമുക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ദൈവം നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും ഇല്ലാത്തവർക്കൊന്നുമില്ല. ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും സ്നേഹവും നിലനിൽക്കുന്നവർക്കെല്ലാം ഉണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്താണ് നമുക്ക് വേണ്ടത്? സമാധാനം, സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് മുന്നോട്ട് നീങ്ങണം. ഹല്ലേലൂയ. എന്നോട് അനേകം സഹോദരങ്ങൾ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സമയം കണ്ടെത്തണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടേതായ ആവശ്യങ്ങൾ മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ. അനേകരിന്ന് പ്രയാസത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലെല്ലാം കടന്നു പോകുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ സമാധാനമില്ലാത്ത അനേകം കുടുംബങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവം തന്ന കൃപ അനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നടത്തി കൊടുക്കണമേ. ഒന്നാമത്തെ കാര്യം, കർത്താവ് ഓരോ കുടുംബത്തിനും കുടുംബ സമാധാനം കൊടുക്കണമേ. അങ്ങ് രാജാവായി ഓരോ കുടുംബത്തിൽ വാഴണമേ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവം പരിശുദ്ധൻ 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 പരിശുദ്ധൻ. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് പരിശുദ്ധൻ, നീതിമാനായ ദൈവം പരിശുദ്ധൻ. എൻ്റെ ദൈവമേ, അങ്ങ് പരിശുദ്ധനും വിശുദ്ധനുമായിരിക്കുന്നത് പോലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും, ഞാനും എൻ്റെ കുടുംബവും അങ്ങയുടെ മുൻപിൽ എന്നും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ. പ്രാർത്ഥന കേട്ട് മറുപടി തരുന്ന ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ ചെയ്തുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.